പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം മാങ്ങ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് രുചി തോന്നുകയാണെങ്കിൽ നമ്മൾ കാര്യം ചെയ്യുന്ന എന്താണ്, അതൊന്ന് കൊണ്ടൊന്ന് പാകി മുളപ്പിക്കണമെന്ന് നമുക്ക് വലിയൊരാഗ്രഹം വരും. അപ്പോൾ മാങ്ങ എവിടെയാണോ നമ്മൾ മാങ്ങേണ്ടി എവിടെയാണോ പാകുന്നതെന്ന് പറയുന്നത്, നമുക്ക് ചിലപ്പോൾ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളിന് ശേഷം നമ്മളത് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് നിരാശയായിരിക്കും. അത് ഉണ്ടാവുന്നത് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വിത്തിനുള്ളിൽ, അതായത് ഇതിപ്പോൾ ഈ കാണുന്നത് രണ്ട് ടൈപ്പ് മാങ്ങാണ്ടിയാണ്. അതായത് ഇതൊന്ന് കിളിച്ചുണ്ടൻ്റെയും പിന്നെ വേറെ ഇതൊന്ന് സാധാരണ മാവിൻ്റെയാണ്. അതായത് ഈ വരുത്തൻ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത്. അപ്പം ഇത് രണ്ട് ടൈപ്പ് വിത്തുകളാണ്. അതായത് മാവിൻ്റെ ഇനമെന്ന് പറയുന്നത് മോണോ എംബ്രിയോണിക് വിത്തും ഉണ്ട്, പോളി എംബ്രിയോണിക് വിത്തും ഉണ്ട്. അതായത് മോണോ എംബ്രിയോണിക് വിത്ത് എന്ന് പറയുന്നത് അതിനകത്ത് നിന്ന് പുതുതായിട്ട് വരുന്ന മാവിൻ്റെ തൈ, അതായത് ഇപ്പോൾ ഇത് മോണോ എംബ്രിയോണിക് ആണെന്ന് കരുതിക്കും. ഇപ്പോൾ ഈ മോണോ എംബ്രിയോണിക് വിത്താണെങ്കിൽ ഈ വിത്ത് മുളച്ചു വരുന്നത് ആ മാവിൻ്റെ യാതൊരു ഗുണവും ചിലപ്പോൾ കാണിക്കത്തില്ല. നമ്മളിപ്പോൾ കഴിച്ചിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും, പക്ഷെ അത് ആ വിത്ത് മുളച്ചു വരുന്ന ആ ഒരു മാവ് വളർന്നു വന്ന് അതിൽ നിന്ന് കായ്ഫലം ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ആ രുചി കിട്ടണമെന്നില്ല. അതായത് മോണോ എംബ്രിയോണിക്കിൻ്റെയാണ്. എന്നാൽ ചിലപ്പോൾ മോണോ എംബ്രിയോണിക്കിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഈ കഴിച്ചതിനെക്കാട്ടിൽ ഇരട്ടി മധുരത്തിലുള്ള മാങ്ങയായിരിക്കും അത് വരുന്നത്. അത് പ്രത്യേകത ഈ മാവിൻ്റെ പരാഗണം നടക്കും. അതായത് ഇപ്പോൾ ഈ മോണോ എംബ്രിയോണിക് മാവുകളിലെ പരാഗണം നടക്കും. ഇപ്പോൾ ഈ മോണോ എംബ്രിയോണിക്കിന് എക്സാമ്പിളാണ് അൽഫോൺസോ നമ്മൾ നമ്മുടെ മാമ്പഴത്തിലെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന അൽഫോൺസോ മോണോ എംബ്രിയോണിക് ഇനമാണ്. പിന്നെ അതേപോലെ ബെങ്കനപ്പള്ളി എന്നൊക്കെ പറയുന്ന ഇനം, പിന്നെ അതേപോലെ തോത്താപ്പുരി അഥവാ സേലം മാങ്ങ, ഇതെല്ലാം മോണോ എംബ്രിയോണിക്കാണ്. അപ്പോൾ ഈ മോണോ എംബ്രിയോണിക് നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. അതായത് ഇപ്പോൾ ഈ മാങ്ങാണ്ടി നമ്മൾ കൊണ്ടുവന്ന് മുളപ്പിക്കുമ്പോൾ ഒറ്റ തൈയാണ് കയറി വരുന്നത് എങ്കിൽ അത് മോണോ എംബ്രിയോണിക് വിത്താണ്. അതായത് അതിൽ നിന്ന് വരുന്ന തൈ എന്ന് പറയുന്നത് നല്ല കരുത്ത് കാണും. ഇപ്പോൾ ഈ നമ്മൾ വാങ്ങുന്ന ഈ തോത്താപ്പുരി, അതായത് ഈ സേലം മാങ്ങ, വലിയ നീളമുള്ള മാങ്ങ, അങ്ങനെയുള്ള മാങ്ങയൊക്കെ കൊണ്ട് നമ്മൾ പാകുകയാണെങ്കിൽ നല്ല കരുത്തുള്ള തൈ കയറി വരും. അത് മോണോ എംബ്രിയോണിക്കാണ്. എന്നാൽ ഇപ്പോൾ ഈ സമയം ഇതേ സെയിം സാധനം തന്നെ നമ്മൾ ഈ കിളിച്ചുണ്ടൻ എന്ന് പറയുന്നത് പോളി എംബ്രിയോണിക്കാണ്. കിളിച്ചുണ്ടന്, മൂവാണ്ടന്, അതേപോലെ ചന്ദ്രക്കാരന്, അങ്ങനെയുള്ള മാവുകളെല്ലാം പോളി എംബ്രിയോണിക്കാണ്. പോളി എംബ്രിയോണിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്നു വരുന്ന തൈയെ ആ മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണം തന്നെ കാണിക്കും. കാരണം ഇതിനകത്ത് പല വിത്ത്, ഇപ്പോൾ നമ്മളിപ്പം കിളിച്ചുണ്ട മാവിന്റെ ഒരു വിത്ത്, അതൊരു മാങ്ങ അണ്ടി കൊണ്ടുവന്ന് മുളപ്പിക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ തൈകൾ ഉണ്ടാവുമെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നോക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പം ഒരു മൂവാണ്ട മാങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിന്റെ വിത്ത് കൊണ്ടുവന്ന് ഒന്ന് പാകി നോക്കണം. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു 2-3 തൈകളുണ്ടാവും. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കരുത്തുള്ള ഒരു തൈ മാത്രമേ അത് കൂടുതലായിട്ട് വളർത്താൻ ശ്രമിക്കത്തുള്ളൂ. അതിൽ ഈ പരാഗണം നടന്നിട്ട്, അതായത് പോളിനേഷൻ നടന്നിട്ടാണല്ലോ ഒരു മാങ്ങ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പോളിനേഷൻ നടക്കുമ്പോൾ പോളിനേറ്റ് ചെയ്ത് ആ പുതിയതായിട്ട് വരുന്നുള്ള, അതായത് ക്രോസ് പോളിനേറ്റ് ചെയ്ത് ആ ഭ്രൂണം ഇതിനകത്ത് വളർത്താൻ ഈ ഒരു തൈയെ അനുവദിക്കത്തില്ല. പക്ഷേ മറിച്ച് ഈ മോണോ എംബ്രിയോണിക്കിൽ, അതായത് ഈ അൽഫോൺസോ ഇനത്തിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അൽഫോൺസോ തോട്ടങ്ങളായിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് പകർന്നു വരുന്ന ആ വിത്തിലൂടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ തൈയിൽ മാതൃഗുണത്തിനെ കാണിക്കത്തില്ല. ചിലപ്പോൾ മാതൃഗുണം കാണിക്കാം, ചിലപ്പോൾ മാതൃഗുണം കാണിക്കത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഗുണം കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ഈ ഒറ്റ തോട്ടത്തിലാകുമ്പോൾ ആ വിത്തിനകത്ത് നിന്ന് വരുന്ന പരാഗണം നടക്കുന്ന അതിന്റെ തന്നെ മാതൃഗുണത്തിൽ തന്നെയുള്ള ഇതായിരിക്കാം. പക്ഷെങ്കിൽ ഉണ്ടായി വരുന്നത് ഈ നമ്മൾ കഴിച്ചതിന്റെ ഗുണം കാണിക്കത്തില്ല. മറിച്ച് ഈ കിളിച്ചുണ്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മൂവാണ്ടന്റെ പ്രത്യേകത, ഈ പോളി എംബ്രിയോണിക്, കിളിച്ചുണ്ടൻ ഞാൻ പ്രത്യേകം പറഞ്ഞെങ്കിലും പോളി എംബ്രിയോണിക് ഇനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിത്തിനകത്ത് വരുന്ന അതായത് പോളിനേഷൻ സംഭവിച്ചതിന് ശേഷം വരുന്ന ആ ഭ്രൂണത്തിന് എന്ത് ചെയ്യും, അത് കരുത്തില്ലാത്തൊരു തൈയായിട്ട് മാറത്തുള്ളൂ. ഇതിനെ വളർത്താൻ അനുവദിക്കത്തില്ല. മറിച്ച് ഈ സെല്ലിനകത്ത്, അതായത് ന്യൂസെല്ലസ് എന്ന് പറഞ്ഞ ഒരു സെല്ലുണ്ട്. ഈ ഭ്രൂണം വരുന്ന സമയത്ത് തന്നെ ന്യൂസെല്ലസ് അതിനകത്ത് നിന്ന് വിഘടിച്ച് വരുന്ന ഒരു സെല്ലാണ് ഈ പറയുന്ന പുതിയതായിട്ടുള്ള ഒരു സൈഗോട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ വളർന്നു വരുന്നതാണ് ഈ പുതിയത്, അതായത് മദർ പ്ലാന്റിന്റെ സെയിം കോപ്പി ആയിരിക്കും ഈ പോളി എംബ്രിയോണിക്കിനകത്ത് വരുന്നത്. അപ്പോൾ ആ വരുന്ന തൈ ആയിരിക്കും നമ്മൾ ഈ കാണുന്ന കിളിച്ചുണ്ടൻ മാവും, അതേപോലെ മൂവാണ്ടൻ മാവ്, അതുപോലെ ചന്ദ്രക്കാരൻ മാവ്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രത്യേകതയ്ക്ക് നമുക്ക് അതിനകത്ത് നിന്ന് 100% കണ്ണു അടച്ചു കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ട് നടാം. ഇപ്പോൾ ഒരു കിളിച്ചുണ്ടൻ മാവ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, കൊണ്ടുവന്ന് നട്ടു. പക്ഷേ ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാങ്ങാണ്ടി എല്ലാം കൊണ്ട് നടും.
മാങ്ങാണ്ടി എല്ലാം കൊണ്ട് നട്ടിട്ട് നമ്മൾ കിളിക്കുന്നില്ലെന്ന ഒരു പരാതി ഉണ്ടല്ലോ. അപ്പോൾ ഈ കിളിക്കുന്നില്ലെന്ന പരാതി കാണുമ്പോൾ എന്ത്, നമ്മൾ സ്വാഭാവികമായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്താണ് കിളിക്കാത്തത്. പക്ഷേ ഇതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ മാങ്ങാണ്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു വണ്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സംശയിക്കും, ഇപ്പോൾ ഈ വണ്ട് എങ്ങനെയാണ് കയറി വരുന്നത്? വണ്ട് കയറി വരുന്നതിന് പലരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ആയതിനു ശേഷം എന്തോ കൊണ്ടൊന്ന് മുട്ടയിട്ട് അതിനകത്ത് ഈ തുളച്ച് കയറിയിട്ട് ഈ മാങ്ങയ്ക്കകത്ത് വരുന്ന പുഴുവിനെയും ഈ മാങ്ങയ്ക്കകത്ത് വരുന്ന മാങ്ങ അണ്ടിക്കകത്തെ വരുന്ന ഈ പിന്നെ വണ്ടിനെയും രണ്ടും ഒരേ ഒരു ശല്യം കൊണ്ടാണെന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. പക്ഷെ എന്നാൽ തികച്ചും അത് വ്യത്യസ്തമാണ്. അതായത് ഈ മാങ്ങാണ്ടിക്കകത്തെ ഈ ഭ്രൂണം തിന്നു തീർക്കുന്ന വണ്ടെന്ന് പറയുന്നത് പൂക്കൾ വിരിയുന്ന സമയങ്ങളിൽ ഒരുതരം വണ്ടുണ്ട്. ഈ വണ്ട് എന്ത് ചെയ്യും, വന്നിട്ട് ഈ പൂക്കളിനകത്ത് മുട്ടയിടും. അപ്പോൾ മുട്ടയിട്ട് ഇത് പിന്നെ പരാഗണം നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഈ ഭ്രൂണത്തിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, ഈ പിന്നെ അതിന്റെ ആ പിന്നെ മുട്ടയും കൂടെ അതിനകത്ത് ഉള്ളിലായി പോകും. അപ്പോൾ ഈ മാങ്ങ ആയതിനു ശേഷം കണ്ണിമാങ്ങ പിടിക്കുമ്പോൾ തന്നെ ഓൾറെഡി അതിന്റെ വിത്തിനുള്ളിലേക്ക് ഈ പറയുന്ന പിന്നെ അതിന്റെ മുട്ടയോടെ ചെന്നിരിക്കും. അപ്പോൾ ഇത് വളർന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതായത് മാങ്ങ ഏകദേശം ഒരു മൂപ്പെത്തുമ്പോൾ മാത്രമേ, അതിൻ്റെ ആ പ്രകൃതി കൊടുത്തിരിക്കുന്ന ആ ഒരു കഴിവാണ്, ആ പിന്നെ മാങ്ങ ഏകദേശം മൂപ്പാകുമ്പോൾ മാത്രമേ ഈ വിത്തിൻ്റെ അകത്തെ ഈ പറയുന്ന പിന്നെ മുട്ട വിരിയത്തുള്ളൂ. അപ്പം നമ്മൾ പിന്നെ മാങ്ങ ഏകദേശം പഴുത്ത് കഴിയുമ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും, മാങ്ങയുടെ ഫ്ലഷ് എല്ലാം ഏകദേശം നന്നായിട്ട് പിന്നെ നന്നായിട്ട് ഇത് കഴിക്കാൻ നേരത്താന്നേ തന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് പുഴുക്കുന്നതാന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തെടുത്ത് കളയും, അല്ലെങ്കിൽ മാങ്ങയുടെ സീസൺ കഴിയുമ്പോൾ അതെടുത്ത് നമ്മൾ കളയും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ മാങ്ങയ്ക്കകത്ത് ഈ വിത്തിനകത്ത് കിടക്കുന്ന ആ വണ്ട് നന്നായിട്ട് വളർന്ന് ഈ ഭ്രൂണങ്ങൾ തിന്നതിന് ശേഷം ഇതിനകത്തൂടെ തുള വെച്ചിട്ട് ഇത് പറന്നു പോവുകയും ചെയ്യും. അപ്പോൾ അത് അതിൻ്റെ സൈക്കിള് പൂർത്തിയാക്കി, അതിൻ്റെ ആ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കി. പിന്നെ അതും ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പം നമുക്ക് ഈ മാങ്ങയ്ക്കകത്ത് നമുക്ക് അങ്ങനെ കിളിർക്കാതിരിക്കുന്ന മാവുകളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഈ വിത്തുകൾ തോടടർത്തി നമുക്ക് നടാം. മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് തോടടർത്തി നടാൻ പറ്റും. പക്ഷേങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, തോടടർത്തുമ്പം കൈമുറിയാൻ വളരെയേറെ സാധ്യതയാണ്. ഇതിപ്പോൾ ഞാൻ തോടടർത്തി കാണിക്കുന്നില്ല, ഇതിപ്പോൾ നനഞ്ഞതാണ്, ഇതിപ്പം നനഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിൽ നനഞ്ഞത് കൊണ്ടൊന്നും പിച്ചാത്തി കൊണ്ടൊന്നും മുറിക്കല്ലേ. ഈ ഭാഗമാണ് അതെ, ഇപ്പം ഈ വളഞ്ഞിരിക്കുന്നതിനകത്ത് ഈ പോർഷനിൽ നിന്നാണ് എന്താ ഈ വണ്ണമുള്ള പോർഷനിൽ നിന്നാണ് അതിൻ്റെ ആ വേരിറങ്ങുന്നത്. വേര് വരുന്നുണ്ടോ, ഇത് കിളിച്ചുണ്ടനായതുകൊണ്ടാണ് പല വേരുകൾ വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കിളിച്ചുണ്ടൻ മാവിൻ്റെ ഒക്കെ പ്രത്യേകതയാണ്. കിളിച്ചുണ്ടനും മൂവാണ്ടന് ചന്ദ്രക്കാരന് അത്തരത്തിലുള്ള മാവുകളുടെ എല്ലാം മാങ്ങാണ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വേര് വരും. അതെന്ന് പറഞ്ഞാൽ ഓരോ വേരും ഓരോ തൈയാണ്. അപ്പോൾ കരുത്തുള്ള തൈ മാത്രമാണ് നമ്മൾ കൂടുതലും വെക്കുന്നത്. ഇപ്പോൾ 2 തൈയോട് കൊണ്ടുവന്ന് വെച്ചെന്ന് പറഞ്ഞാലും നല്ല കരുത്തുള്ള തൈ മാത്രം നിർത്തിയാൽ മതി. കാരണം ഇത് വലുതാവുന്നതനുസരിച്ച് ഇത് ആവും. അപ്പം ഇങ്ങനത്തെ ഇതിനെ നമ്മൾ പൊളിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വണ്ടിനെ കാണും. അപ്പോൾ ആ വണ്ടിനെ എടുത്ത് പറക്കി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നീട് നമ്മൾ നടുന്ന ആ മാവിന് നല്ല കരുത്ത് വരുകയും നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഈ സൈഡ് ഇങ്ങനെ പൊളത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പയർമണി പോലെയാണ് ഇതിൻ്റെ വിത്തിരിക്കുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് കുറച്ച് ചകിരിച്ചോറ് കമ്പോസ്റ്റും ഒരു ശകലം മണ്ണും പിന്നെ ചാണകപ്പൊടി ഇടാൻ ഞാൻ പറയുന്നില്ല, കാരണം അത് ചിലപ്പോൾ അഴുകി പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് ഉണ്ട്, അതൊന്ന് ചെറുതായിട്ട് ഒരല്പം വെള്ളത്തിൽ തളിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അവിടെ ഫംഗസ് ബാധിക്കത്തില്ല. അപ്പം നല്ല കരുത്തുള്ള തൈകൾ കയറും. പിന്നീട് നമുക്ക് ഒരു 1-1.5 അടി പൊക്കമാകുമ്പോൾ ശേഷം ആ കവറിനകത്ത് നിന്ന് തന്നെ നമുക്ക് മാറ്റി നടാം. അപ്പോൾ അതായത് ആ തൈകൾ വളരാൻ വേണ്ടിയുള്ള ഊർജ്ജം ഓൾറെഡി എന്തിനകത്തുണ്ട്, ഈ ഭ്രൂണത്തിനകത്തുണ്ട്. അതിനുശേഷം നമുക്ക് മാറ്റി നട്ടിട്ട് തൈയാകുമ്പോൾ നല്ല പിന്നെ വെളിച്ചമുള്ള ഭാഗത്തേക്ക് നട്ടാം. ഒരു കിളിച്ചുണ്ടനൊക്കെ ആണെങ്കിലും മൂവാണ്ടനിൽ പ്രത്യേകം നമ്മൾ ഇതിപ്പോൾ 2025 ഇപ്പോൾ ഈ വർഷം നമ്മൾ വിത്തിട്ടാൽ 28, അതായത് 2028 നമുക്ക് മാങ്ങ വിളവെടുക്കാം. അത് ആ ഒരു പിന്നെ തൈയിൽ നിന്ന് തന്നെ, അതായത് ആ ഒരു വിത്തിൽ നിന്ന് തന്നെ. അത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളുടെ അനുസരിച്ചിരിക്കും. നമ്മൾ ചുമ്മാ കൊണ്ടുവന്ന് വെച്ചേച്ച് 28 പിന്നെ 2028 മാങ്ങ പറിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. നല്ല വളക്കൂറുള്ളതും അതുപോലെ നല്ല വെയിൽ ഉള്ള ഭാഗത്ത് മാത്രമേ ഇത് നടാവൂ. അപ്പോൾ എന്നിരുന്നാലും ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും തെറ്റിദ്ധാരണയാണ് ഈ മാങ്ങാണ്ടിക്കകത്തെ ഈ പറയുന്ന പുഴു വരുന്നതിനെ പറ്റി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അണ്ടിക്കകത്ത് വരുന്ന ഈ പിന്നെ ഈ പറയുന്ന പിന്നെ വണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്തെ ഭ്രൂണം തിന്നുന്നത് വണ്ടാണ്. അതേപോലെ പിന്നെ ഈ
പുഴുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കായ് ഈച്ചയാണ്. ആ ഈച്ചയാണ് വന്നിട്ട് ഇതിനകത്തേക്ക് വന്ന് മുട്ടയിടുന്നത്. അപ്പോൾ രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഞാനൊന്ന് വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള മാങ്ങകൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ, അതായത് ഏകഭ്രൂണമാണെങ്കിലും ബഹുഭ്രൂണമാണെങ്കിലും നിങ്ങൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് എല്ലാ മാവുകളും ഏകഭ്രൂണമാണോ ബഹുഭ്രൂണമാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിൽ രണ്ടിലും വ്യത്യസ്തമായിട്ടൊരു മാവുണ്ട്. ഇപ്പം ഈ എറണാകുളം ഭാഗത്തൊക്കെ ഉള്ളതുണ്ട്, മുതലമൂക്കെന്നും അങ്ങനെയൊക്കെയുള്ള പറഞ്ഞ മാവുണ്ട്. അതിൽ ഒരു മാവിൽ തന്നെ ഏകഭ്രൂണവും ബഹുഭ്രൂണവും ഉള്ള വിത്തുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ബഹുഭ്രൂണം ഉള്ള വിത്തുകളിലാണ് മാവിന്റെ അതേ തനി കോപ്പി കാണിക്കുന്നത്. ഇപ്പൊ ഈ ഏകഭ്രൂണ തൈകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന വിഷയമില്ല. പക്ഷെ ബഹുഭ്രൂണ തൈകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ചിലപ്പം നല്ല പെട്ടെന്ന് വളർച്ച കാണിക്കുന്നത് ഏകഭ്രൂണത്തിലായിരിക്കും. എന്നിരുന്നാലും നമുക്ക് 100% വിശ്വസിച്ച് കൊണ്ടുവന്നൊരു മാങ്ങാണ്ടി കിളിപ്പിക്കാൻ ചെയ്യേണ്ടത് ഈ ബഹുഭ്രൂണ വിത്തുകൾ തന്നെയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.